വോയിസ് ഓവറിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതേസമയം തന്നെ അതിനെ എത്രത്തോളം നമുക്ക് പ്രൊഫഷണലി യൂസ് ചെയ്യാം, ആർട്ടിസ്റ്റിക്കായിട്ട് എത്രത്തോളം യൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നു. ഇതേപോലെ തന്നെ ഇതിപ്പോൾ മലയാളത്തിലാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിൽ ഒരുപാട് ആഡുകൾ, ഒരു 20,000-30,000-ഓളമൊക്കെ ആഡുകൾ, 27,000 വരെ എനിക്ക് കൗണ്ട് ഓർമ്മയുണ്ട്. അതിൽ 27,000-നകത്ത് പാകിസ്ഥാനിൽ അവിടെ ജിലറ്റിൻ്റെ പരസ്യം, ഫെയർ ആൻഡ് ലവ്ലിയുടെ പരസ്യം, അത് ഉറുദുവിലും ഇംഗ്ലീഷിലും. പിന്നെ ഇന്ത്യയിൽ കന്നഡ, തെലുഗു, ഹിന്ദി, തമിഴ്, മലയാളം. പിന്നെ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക ആ റീജിയനിൽ ഇംഗ്ലീഷ്, മലയാളം, തമിഴിൽ സിംഗപ്പൂർ, മലേഷ്യ, US ഇംഗ്ലീഷും മലയാളവും. അപ്പം അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും എൻ്റെ ശബ്ദം ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. കമേഴ്ഷ്യൽ ആഡുകൾ കേൾക്കാന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര വളരെ കഷ്ടപ്പെട്ട് വളരെയധികം പണിയെടുത്തു എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു ഡെഡിക്കേറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്ററിയെക്കാളും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് റീച്ച് കിട്ടുക പലപ്പോഴും ഒരു ആഡ് ചെയ്യുമ്പോഴായിരിക്കും. കാരണം അതിങ്ങനെ റിപ്പീറ്റായിട്ട് ഓഡിയൻസിലേക്ക് എത്തിച്ചേരുന്നു. പലപ്പോഴും നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള വളരെ ഇഷ്ടപ്പെട്ട ചില ആഡുകൾക്ക് പുറകിൽ താങ്കളുടെ ശബ്ദമാണെന്ന് പലർക്കും അറിയണ്ടായിരിക്കില്ല. അല്ല, അത് റേഡിയോ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തതും അതാണ്. അതായത് വൈകുന്നേരം ചെയ്ത ഷോയിനെ കുറിച്ച് ചായക്കടയിൽ, അതായത് ദുബായിൽ തലശ്ശേരി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ഞാൻ ചായ കുടിക്കാൻ ഇരിക്കുന്ന സമയത്ത് അവിടെ നല്ല ദോശയും പയറുകറിയും കിട്ടും. അപ്പോൾ ദോശയും പയറുകറിയും ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ഷോയിനെ കുറിച്ച് അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് ഞാനാണെന്ന് അറിയാതെ പിന്നെ അറിയാൻ തുടങ്ങി. അപ്പോൾ ഈ അറിയാത്ത കാലത്ത് അതൊരു വലിയ സന്തോഷമായിരുന്നു. കാരണം നമ്മൾ ചെയ്ത ഷോയിനെ കുറിച്ച് ആൾക്കാർ സംസാരിക്കുമ്പോൾ അത് നമ്മളാണെന്ന് അറിയാതെ അവർ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളത്. സോ ആ അനോണിമിറ്റി അത് വലിയൊരു ഭംഗിയായിരുന്നു. അത് പിന്നെ പോയി, അതെ, ആ അനോണിമിറ്റി പോയി. ഇപ്പോൾ ആൾക്കാർ എവിടെയെങ്കിലും സംസാരിക്കുമ്പോൾ ക്രിസ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു സന്തോഷം. ആ ആഡുകളുടെ ഒരു വോയിസ് ഒന്ന് കേൾക്കണം. ഇതിൽ നിന്ന് നേരത്തെ ഇടത്തിൽ തീർത്തും ഡിഫറെൻ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും. ഇപ്പോൾ കേരളത്തിലെല്ലാവരും കേൾക്കുന്ന, എല്ലാ ദിവസവും കേൾക്കുന്ന, മേ ബി ഒരു റേഡിയോ കേൾക്കുന്ന ഒരാൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയായിരിക്കും എൻ്റെ ശബ്ദം. യു ആർ ലിസ്ണിംഗ് ടു ക്ലബ് FM 94.3. അപ്പോൾ ഈ വോയിസ് ഓവർ ക്ലബ് FM-ൻ്റെ സ്റ്റേഷൻ ഇമേജിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. പിന്നെ പരസ്യങ്ങൾ കേട്ടിട്ടുള്ളത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജുവലർ, അൽ ഫർദാൻ എക്സ്ചേഞ്ച്, അങ്ങനെ കുറേ, UAE എക്സ്ചേഞ്ച്, അങ്ങനെ കുറേ എക്സ്ചേഞ്ചസ്, ജ്വല്ലറി, പ്രോപ്പർട്ടി. ദുബായിൽ അങ്ങനെയാണ് കമേഴ്ഷ്യൽസ്. ഇങ്ങനെ ഈ 27,000 കമേഴ്ഷ്യൽസ് അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പം കൂടുതലുണ്ട്. ലുലു ഒക്കെ ആയിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തത്. ലുലു, where the world comes to shop safely. അതാണ് ഏറ്റവും ലാസ്റ്റ് ലുലുവിന് ചെയ്തത്. ആദ്യം ചെയ്തത് ലുലു, where the world comes to shop എന്നുള്ള ആ ഒരു ടാഗ് ലൈനും. മലബാർ ഗോൾഡിന് ആദ്യം ചെയ്തത് ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി ആയിരുന്നു. അപ്പോൾ ഈ സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫിന് മുന്നേ ആദ്യം മലബാർ ഗോൾഡ്, ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി, അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 10 വർഷം മലബാർ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ആഡിൻ്റെ ഒരു പ്രൊനൗൺസിയേഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷിൻ്റേതായിട്ടുള്ള ആ ലാംഗ്വേജിൻ്റേതായിട്ടുള്ള കുറേ മോഡുലേഷൻ പരിപാടികളും എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാ ഗ്രാമറിനും എല്ലാ വ്യാകരണത്തിനും അപ്പുറം, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു ടെക്സ്റ്റ് നമ്മുടെ മുന്നിലുണ്ടാവും വർഷങ്ങളായിട്ട് ആ ലാംഗ്വേജിൻ്റെ. പക്ഷെ അതിനപ്പുറം അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു സിഗ്നേച്ചർ ഇടുമ്പോഴാണ് അതിനൊരു ഇത് വരുന്നത്. അത് ചിലപ്പോൾ ഗ്രാമാറ്റിക്കലി തെറ്റായിരിക്കും, അല്ലെങ്കിൽ പലപ്പോഴും വേറൊരാൾ കേൾക്കുമ്പോൾ അത് അങ്ങനെയല്ല പറയേണ്ടതെന്നൊക്കെ പറയും. പക്ഷെ അവിടെയാണ് നമ്മുടെ ഒരു അത് ക്ലയൻസ് പറയുന്നത് പോലെ. ഇപ്പോൾ ജോയേട്ടന് ജോയ ലുക്കാസ് പറയേണ്ടത് ഇങ്ങനെയാണ്, അതിനൊരു രീതിയുണ്ട്. ഇപ്പോൾ അത് ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജുവലർ. അപ്പോൾ ജോയ ലുക്കാസ് സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. അതങ്ങനെയാണ്, ജോയേട്ടൻ അങ്ങനെയാണ് പറയും. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് തന്നെ പറയണമെന്ന് ഷംലാലിന് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ആ ക്ലയൻറ്റ് പറയുന്നത് ശരിയാണ്. ക്ലയൻറ്റ് ഇസ് ഓൾവേസ് റൈറ്റ്. നമ്മൾ അങ്ങനെ ശരി തെറ്റ് പറയാൻ നമുക്ക് അധികാരമില്ല. ആസ് എൻ ആർട്ടിസ്റ്റ്, ഡയറക്ടർ പറയുന്നത് എന്താണോ അല്ലെങ്കിൽ റൈറ്റർ പറയുന്നത് എന്താണോ അതാണ് നമ്മൾ അഭിനയിക്കുന്നത്. അത് തന്നെയാണ് വോയിസിലും. ആസ് എ വോയിസ് ആക്ടർ എനിക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും വേഴ്സ്റ്റ് കണ്ടീഷൻ, ഞാൻ ബ്രാൻഡിൻ്റെ പേരൊന്നും പറയുന്നില്ല, വേഴ്സ്റ്റ് കണ്ടീഷൻ, ഒരു ചായയുടെ പരസ്യം. അപ്പോൾ അദ്ദേഹത്തിന് XY ചായ എന്ന് വെക്കാം തൽക്കാലം ഒരു പേര്, അല്ലെങ്കിൽ ജബിൻ ചായ എന്ന് വയ്ക്കാം. അപ്പോൾ ജബിൻ ചായ, നല്ല ചായ, ഇത് എടുത്തു ക്ലയൻറ്റിനെ അയച്ചു, റിജക്റ്റ് ചെയ്ത് തിരിച്ചു വന്നു. ജബിൻ ചായ, നല്ല ചായ, റിജക്റ്റ് ചെയ്തു. 12 ടേക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ക്ലയൻറ്റിനെ വരാൻ പറ, ഞാൻ എടുക്കാം, എങ്ങനെ വേണമെങ്കിൽ എടുക്കാം, പുള്ളിക്കാരൻ പറഞ്ഞും കാണിക്കട്ടെ ഇത് എന്താ സാധനം.
അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു അത് ആ നല്ല എന്നുള്ളത് നമുക്കിങ്ങനെ ചായ കുടിക്കുന്നതിൻ്റെ ആ ഫീല് വേണം. ചായ കുടിക്കുന്നതിൻ്റെ ഫീലൊക്കെ ഇങ്ങനെ എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞ് കാണിച്ചത് ഞാൻ അങ്ങനെ റെക്കോർഡ് ചെയ്ത് കൊടുത്തത്. ഒരിക്കലും ലൈഫിൽ ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിച്ചെടുത്തൊരു വോയിസാണ്. ജെബിൻ ചായ, നല്ല ചായ. ഇത് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ചെരുപ്പെടുത്തടിക്കും. പക്ഷെ അവർക്ക് അങ്ങനെയാണ് വേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എപ്പോഴും പറയാറുണ്ട്, പണ്ട് ഓൾ ഇന്ത്യ റേഡിയോയിലൊരു പരസ്യം, ഇത് ഈ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന പരസ്യം ഉണ്ടല്ലോ, ആ കോൺസെപ്റ്റ് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. എനിക്കിഷ്ടപ്പെട്ടൊരു കോൺസെപ്റ്റാണ്. ഗംഗുവിൻ്റെ ജീവിതത്തിലെ ഒരു ദിനം. ഗംഗു കുളിക്കുകയാണ്. വെള്ളം. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ജ്യൂസി ഫ്രൂട്ട് ഇൻകം. ഈ ഇൻകം എന്താണെന്ന് കുറേ കാലം ആലോചിച്ചിട്ട് പിന്നെ മനസ്സിലായത് ജ്യൂസി ഫ്രൂട്ട് ചൂയിങ്കമാണ്. തെറ്റിച്ച് ആ മലയാളം അറിയാത്ത ആരോ ഡബ് ചെയ്തതാണ്. പക്ഷെ എന്തോ അത് കേട്ട് നമ്മുടെ മനസ്സിനകത്ത് കയറി പോകില്ലേ? അതെ അതെ. എത്രയോ പരസ്യങ്ങൾ നമ്മൾ ചുമ്മാ നമ്മൾ ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ഓർമ്മയിൽ വരുന്ന ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പരസ്യങ്ങൾ ഓടി വരും മനസ്സിലേക്ക്. മറ്റേ ദാദാജി ബാഡ്മിൻ്റൺ നെഹി പെഹലെ ഡാബർ ചവൻപ്രാഷ്. അപ്പോൾ ശ്രീറാം ലാഗുവിന് നമുക്ക് ഓർമ്മ വരും അവിടെ. അതില് ഈ ഡബിങ്ങിൽ വാഷിംഗ് പൗഡർ നിർമ്മാ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള അമുലിന്റെ പരസ്യം ഉണ്ടായിരുന്നില്ലേ പണ്ട് ദൂരദർശനുള്ള സമയത്ത്. അതിലവർ തുടങ്ങുന്നത് മലയാള ഗ്രാമറായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്തതാണ്. അതേ കാപ്പി അതേ ചായ നിമിഷത്തിൽ പുതുരുചി, അങ്ങനെയാണ് പോണത്. ഇത് എനിക്ക് ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന പരിപാടി ഉണ്ടല്ലോ കമേഴ്ഷ്യലിൻ്റെ, അവർക്ക് ഒരു ജിങ്കിൾ തന്നിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഓരോ തത്രപ്പാടുണ്ട്. അതായത് പാർഡൻ ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്, ഇത് ഇംഗ്ലീഷ്. മലയാളത്തിൽ ഇതെങ്ങനെ ഒപ്പിക്കും? പാർഡൻ ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്, ഇതെവിടെ ഫിറ്റ് ചെയ്യും? ഇത് പണ്ട് തെലുങ്ക് സീരിയൽ അല്ലെങ്കിൽ ഹിന്ദി സീരിയലൊക്കെ മലയാളത്തിലേക്ക് ആക്കിയിട്ട് വരും. അപ്പോൾ ശ്രദ്ധിച്ചെൻ്റെ ഫേസ് കണ്ടോളൂ. അപ്പോൾ രാധേ നിന്നെ ഞാൻ കാണാൻ ഓടിയെത്തി, മാച്ച് ചെയ്യില്ല, ഡബ് ചെയ്ത് അവിടെ വേറെ എന്തെല്ലാവോ തുമേ ദേഖ്നെക്കില്ലേ മേ ബഹുത് ദൂർ സെ ആയ എന്നൊക്കെ പറയണേ. ഈ വായ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഞാനിത് കണ്ടതിന് ശേഷം പിന്നെ പിൽക്കാലത്ത് ഞാനും ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് ഞാൻ ഡ്യൂക്ക് ലെറ്റോൻ്റെ ഒക്കെ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇങ്ങനെ ലിപ്പ് ഔട്ടായി നിൽക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും. പുതിയ വാക്കുകൾ ആഡ് ചെയ്താലും കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ രീതിയിൽ അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. അപ്പം അങ്ങനെ കുറേ നല്ല ചിത്രങ്ങളുടെ ലോകം ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം. വോയിസിൻ്റെ ലോകം തന്നെ വ്യത്യാസം. കാരണം ഇപ്പോൾ സ്പൈഡർമാൻ നോ വേ ഹോമിൽ ഡോക്ടർ സ്ട്രേഞ്ച് ആയിട്ട് വോയിസ് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ. മേട്രിക്സിൽ അനലിസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഡ്യൂക്ക് ലെറ്റോ ജൂൺ എന്ന് പറഞ്ഞ സിനിമയിൽ ഡ്യൂക്ക് ലെറ്റോ ചെയ്തിട്ടുണ്ട്. ഒരു മലയാളം സിനിമ കാരവൻ എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു അറബിക്ക് വേഷം വോയിസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈവൻ അൽ ജസീർ എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്ത, അതിന് ഇനീഷ്യൽ വോയിസ് ഓവർ അറബിക്ക് ഞാനാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ അറബികൾ സംസാരിക്കുന്ന രീതിയിൽ ഇതുണ്ട്. ഐ ബാർക്ക് ദ ഖാർണിയർ ദ മോസ്കൻ ബ്രേ എന്നൊക്കെ പറയണേ. ഐ ഡ്രിങ്ക് ബെബ്സി മേക്ക് ബ്ലാൻ മേക്ക് ബ്രബൂസൽ എന്നൊക്കെ പറയണേ ആ രീതിയിൽ. പക്ഷേ ഇത് തമാശ പറയുന്നതിനേക്കാളും കൂടുതൽ അവർ സംസാരിക്കുന്നതിനകത്തൊരു രസമുണ്ട്. ആ ലാംഗ്വേജിനൊരു ഭംഗിയുണ്ട്. അല്ല, ഓരോ ലാംഗ്വേജിനും പറയുന്നൊരു ശൈലി ഭയങ്കര രസമാണല്ലോ. ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഒരുപാട് ലാംഗ്വേജിൽ പോയി വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട്, ഡബ് ചെയ്തിട്ടുണ്ട്. ഈവൻ പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ ഒരു ആ അക്കരെ അക്കരെ എന്നുള്ള സിനിമയിൽ അവർ ആഫ്രിക്കൻ ലാംഗ്വേജ് പഠിച്ചിട്ട് മോഹൻലാലും ശ്രീനിവാസനും കൂടിയിട്ട് KPS ലളിതരെടുത്ത് മറ്റേ ലോണ്ട്രി ചോദിക്കാൻ പോകുന്ന ഇംഗ്ലീഷിന്റെ ആഫ്രിക്കൻ വെർഷനാണ്. അപ്പൊ അത് അവര് രസമായിട്ടാണ് ആ ഡയലക്റ്റ് അവർ പഠിച്ച് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ മറ്റ് ലാംഗ്വേജിൽ ഇപ്പൊ ഇംഗ്ലീഷും മലയാളത്തിലും ഒരുപാട് ചെയ്യുന്നു. മറ്റ് ലാംഗ്വേജുകൾ ഇപ്പൊ പറഞ്ഞു പാകിസ്ഥാനി, പ്രോപ്പർ ഉറുദുവിൽ പാകിസ്ഥാൻ ഇതിന്റെ ഒരു സ്റ്റൈലും. എനിക്ക് ഗസൽസ് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം ഉറുദു വാക്കുകൾ എനിക്ക് വഴങ്ങി തുടങ്ങിയിരുന്നു പണ്ട് തന്നെ. അപ്പോൾ ഞാൻ എഴുതാറുണ്ട് റോമനൈസ്ഡ് ഉറുദു, അതായത് ഇംഗ്ലീഷിൽ ഉറുദു കവിതകൾ എഴുതാറുണ്ട്. അത് ഹിന്ദിയിലും എഴുതാറുണ്ട്. സോ ഹിന്ദി, ഉറുദു, തെലുഗുവിൽ പരസ്യങ്ങൾ ചെയ്തിരുന്നത് മലബാർ ഗോൾഡിന് വേണ്ടിയിട്ട്. ബാക്കി മിയന്തരിക്കി എന്നൊക്കെ പറയും. ആ ഒരു അതാണ് പ്രോബ്ലി എൻ്റെ തെലുങ്ക് സിനിമയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. വാതിൽ തുറക്കുന്നത് തെലുങ്കിലേക്കുള്ള വാതിൽ. അപ്പോൾ അങ്ങനെ ലാംഗ്വേജസ് ഇപ്പോൾ കന്നഡയിൽ അലിയുടെ പരസ്യങ്ങൾക്ക് ഡബ് ചെയ്യാറുണ്ട്, കന്നഡൻ ഡബ് ചെയ്യാറുണ്ട്. ഉറുദു ഒന്ന് കേൾക്കാൻ പറ്റുമോ? ഉറുദുവിൽ ഏറ്റവും രസകരം, നമ്മൾ സംസാരിക്കുന്ന ഹിന്ദിയിൽ പല വാക്കുകളും ഉറുദു തന്നെയാണ്, അത് ഹിന്ദി അല്ല. ഇപ്പോൾ ജിന്ദഗി എന്ന് നമ്മൾ പറയും, ജിന്ദഗി ഉറുദുവാണ്, അത് ഹിന്ദിയിൽ ജീവനാണ്. അപ്പോൾ ആ ഒരു ഭംഗി ഉറുദുവിൻ്റെ ആ ലേസ എന്ന് പറയും. നമ്മൾ സംസാരിക്കുന്നതിൻ്റെ രീതി ഉറുദുവിൽ വലിയ റെസ്പെക്റ്റാണ്. ആപ് കേസെ ഹേ എന്നാണ് ചോദിക്കുക. തും കേസെ ഹോ എന്നുള്ള ഹിന്ദിനേക്കാളും അവർ ആപ് കേസെ ഹേ എന്ന് പറഞ്ഞാൽ ആ ഒരു അദബ് എന്ന് പറയും, റെസ്പെക്റ്റ് ഉണ്ട് അതിനകത്ത്. ഗസലിനും അതിൻ്റെ ആ ബ്യൂട്ടി എപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പ്രോബബ്ലി
കോട്ട് ചെയ്യാറുള്ള ഗസൽ മുംതാസ് റാഷിദിൻ്റെ ഗസൽസ് ആയിരിക്കും. അദ്ദേഹം ഷെഹർ ദർ ഷെഹർ ലിയെ ഫിർത്താ ഹൂം തൻഹായി കോ ഓർ ക്യാ നാം ദൂം തെരീ ഷനാസായി കോ. അപ്പോൾ ആ ഗസൽ വെറുതെ ചൊല്ലിയാലും അതിന് ഭംഗിയുണ്ട്. ഫൂൽ ഹൈ ചാന്ദ് ഹൈ ക്യാ ലഗ്താ ഹൈ ഭീഡ് മേ സബ്സെ ജുദാ ലഗ്താ ഹൈ. അപ്പോൾ ഈ കാഫിയ റിദാദ് എന്നൊക്കെ വെച്ചിട്ട് അത് എഴുതുന്ന രീതി തന്നെ ഉറുദുവിലൊരു വേറൊരു ചിട്ടയാണത്. അപ്പോൾ അത് മുംതാസ് റാഷിദിനെ പോലെ വലിയ കവികൾ എഴുതിയിട്ടുള്ള ഗസൽസ് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് പ്രോബബ്ലി വോയിസ് ഓവറിൽ ഉറുദുവിൻ്റെ എവിടെയെങ്കിലൊക്കെ ഇത് വരുന്നത്. ഞാനും ശ്രമിക്കാറുണ്ട്, ഉറുദുവിലൊക്കെ എഴുതാൻ ശ്രമിക്കാറുണ്ട്. പല പാട്ടുകളും ഉറുദുവിൽ എഴുതി കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഉറുദു പാട്ടുകൾ മലയാളത്തിലേക്ക് എഴുതി കൊടുക്കാറുണ്ട്. ഇപ്പോൾ സിജുവിന് വേണ്ടിയിട്ട് കലങ്ക് എന്ന് പറഞ്ഞ പാട്ടിൻ്റെ തമിഴ് എഴുതി കൊടുത്തിരുന്നു. അപ്പോൾ സിജുവും പറഞ്ഞു ഒത്തിരി നല്ലതാന്ന് പറഞ്ഞു. എനിക്കറിയില്ല, എന്നെ സൂചിപ്പിക്കാൻ പറഞ്ഞാണെന്ന് അറിയില്ല. സുചേത സതീഷ്, ദുബായിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറിൻ്റെ മകളാണ്. പുള്ളിക്കാരിക്ക് വേൾഡ് റെക്കോർഡുണ്ട് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാട്ട് പാടുന്നത്. പക്ഷേ പുള്ളിക്കാരി ഈദിൻ്റെ പാട്ട് വന്നപ്പം ചേട്ടാ ഇത് മലയാളത്തിലും തമിഴിലും എഴുതിത്തരാൻ പറ്റുമോ, വേറെ ഒരു മോണ്ടി സിംഗിൻ്റെ ഒരു പാട്ട് അമ്മമാർക്ക് വേണ്ടിയിട്ട് അത് മാറ്റി എഴുതി കൊടുക്കും. സോ അങ്ങനെ എഴുതി കൊടുക്കാറുണ്ട്, പാട്ട് എഴുതാറുണ്ട്. സിനിമയിൽ ഇപ്പോൾ ഡബ് ചെയ്യുമ്പോൾ നമ്മൾ പല ക്യാരക്ടറിനും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ വേറൊരു ആർട്ടിസ്റ്റിന് വേണ്ടി ഡബ് ചെയ്യേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ട് പല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇംഗ്ലീഷ് സിനിമകൾക്ക് ഈ ഡ്യൂക്ക് ലെറ്റോ, ഡോക്ടർ സ്ട്രേഞ്ച്, അനലിസ്റ്റ് പോലത്തെ ക്യാരക്ടേഴ്സ് എല്ലാം വേറെ ഇതാണ്. പിന്നെ മലയാളത്തിൽ ദിനേശ് പണിക്കറിനെ ഞാൻ കുറേ കാലം, ദിനേശ് ചേട്ടനെ ഞാൻ ആദ്യം സീരിയൽ ദിനേശ് ചെയ്തു തുടങ്ങിയ സമയത്ത് ഞാനാണ് ഡബ് ചെയ്തിട്ടുണ്ട്. കിരീടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത ദിനേശ് ചേട്ടൻ. പിന്നെ എൻ്റെ അമ്മാവന് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു ഇതായിരുന്നു. അത് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പേര് രാജ താര കല്യാൺ, അങ്ങനെയാണ് എനിക്ക് റിലേറ്റഡ്. രാജയുടെ വൈഫാണ്. അപ്പോൾ എൻ്റെ ടീച്ചറും കൂടിയാണ്. അപ്പോൾ രാജയ്ക്ക് ഡബ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ന്യൂ ഇയർ പ്രോഗ്രാമിൻ്റെ ഡേറ്റ് ക്ലാഷിൽ ഞങ്ങൾ തമ്മിൽ ചെറുതായിട്ടൊന്ന് ഒരസി, അമ്മാവന് ഞങ്ങൾ വളരെ ക്ലോസാണ്. അതേ ഇല്ല ഇപ്പോൾ, മരിച്ചിട്ടിപ്പോൾ 7 വർഷം 8 വർഷം ആവാറായി. ഈ സ്വരച്ചേർച്ചയും മിണ്ടാതിരിക്കുന്നതൊക്കെ മാറിയിട്ട് ഒരു ദിവസം എനിക്കൊരു കോൾ വരുന്നു, ഇന്ന സീരിയലിനെ ഡബ് ചെയ്യാനാണ്, വേറൊരാൾക്ക് കുറച്ച് ബേസി വോയിസ് വേണം. നോക്കിയപ്പോൾ അമ്മാവൻ. അപ്പം ഞാൻ അന്ന് തന്നെ വിളിച്ചിട്ട് അമ്മാവനോട്, രാജ ഞാൻ നിനക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ജസ്റ്റ് മെൽറ്റ്സ് എവേ. നമുക്ക് ദേഷ്യവും ഇതെല്ലാം ആകെ ഒരു സെക്കൻഡേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് സ്നേഹത്തോടെ സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പം തീരുന്ന കാര്യമുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് വോയിസ് കൊണ്ട് മറക്കാൻ പറ്റാത്ത മൊമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അത് വേറെ ആൾക്കാർക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദിനേശ് ചേട്ടന് ചെയ്തിട്ടുണ്ട്, രാജയ്ക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സഞ്ജീവ് ശിവൻ്റെ ആൽബം അച്ചപ്പാസ് ആൽബം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുതിയൊരു കുട്ടികളുടെ ഒരു സിനിമ, അതിൽ മോഹൻ ആകാശിക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. കുറേ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് പോകുന്നു, അതുപോലെ തന്നെ സീരിയലിലെ അഭിനയം, ആക്ടർ എന്നുള്ള രീതിയിൽ ലൈഫ് ഗംഭീരമായിട്ട് പോകുന്നു. ഇതിനിടയിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 67ഓളം പുസ്തകങ്ങൾ 97 പുസ്തകങ്ങൾ 97 പുസ്തകങ്ങൾ എഴുതാന്ന് പറയുന്നത് ഇതിന് ഈ പറഞ്ഞതിലെല്ലായാലും വലിയൊരു ടാസ്ക് തന്നെയാണ്. കാരണം നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു സമയം ഉണ്ടാവില്ലേ? ഇല്ല, അവിടെയാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ആവില്ല. ഇപ്പോൾ ജബിനൊരു കവിത എഴുതാൻ എത്ര നേരം വേണം? 10 മിനിറ്റ് വേണം. കാരണം ആ ആശയം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് എഴുതി വയ്ക്കുക, അത്രയേ ഉള്ളൂ. പലപ്പോഴും നമ്മളത് എഴുതി വെക്കാറില്ല, അതുകൊണ്ടാണ് സമയം എടുക്കുന്നത്. പിന്നെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വരില്ല. ഞാൻ മനസ്സിലുള്ള സമയത്ത് തന്നെ അത് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ നമ്പർ ചിലപ്പോൾ പെട്ടെന്ന്. അപ്പോൾ കഥയാണെങ്കിൽ പോലും അതിൻ്റെ നമ്മുടെ 1 ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ 1 ലൈൻ എവിടെയെങ്കിലും കുറിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മറന്നുപോകും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഡോക്ടർ വില്യമിൻ്റെ, ഞാൻ എപ്പോഴും പറയാറുള്ളത്, എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷോർട്ട് സ്റ്റോറീസാണ്. ഇപ്പോൾ ഡോക്ടർ വില്യം കത്തെഴുതുകയാണ്, പ്രിയപ്പെട്ട ദൈവമേ എന്ന് പറഞ്ഞിട്ട് കത്തെഴുതാണ്. ഇന്ന് 6ാം വാർഡിലുണ്ടായിരുന്ന അയാളുടെ അസുഖം മാറി ഡിസ്ചാർജായി, ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻ്റ് ബെറ്ററാണ്, മറ്റേ ആൾക്ക് കുറച്ച് പ്രശ്നമുണ്ട്, എല്ലാം നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നിൻ്റെ പ്രിയപ്പെട്ട മകൻ ഡോക്ടർ വില്യം എന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് അത് മടക്കി ടേബിൾ ലാമ്പിൻ്റെ അവിടെ വെച്ചിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവിടെ പോയി ബെഡിൽ പോയി കിടക്കാൻ പോവുക. പുറത്തൊരാൾ വെള്ളക്കോട്ടിട്ടൊരാൾ ഡോർ അടച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ആലോചിക്കുക, MBBS പഠിക്കുമ്പോൾ പ്രാന്തായില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് നല്ല ഡോക്ടറായനെ. അപ്പോൾ പ്രോബബ്ലി ഐ എം ഇൻസ്പയർഡ് ബൈ O. ഹെൻറി. ഈ ലാസ്റ്റ് മിനിറ്റ് ട്വിസ്റ്റാണ് കഥ മുഴുവനും മാറ്റുന്നത്. ഈ പുറത്ത് ലോക്ക് ചെയ്യുന്ന ഡോക്ടറാണ് പറയുന്നത്, ഇയാൾ മെഡിക്കൽ കോളേജ് പഠിക്കുമ്പോൾ ഇയാൾക്ക് പ്രാന്തായി, അതാണ് ഇയാൾ ഇങ്ങനെ എഴുതുന്നതെന്നൊക്കെ പിന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഓഫ് റൈറ്റിംഗ്, ഇത് എഴുതാൻ നമുക്ക് എത്ര നേരം വേണം? അങ്ങനെ ഷോർട്ട് സ്റ്റോറീസ് എഴുതാം, അല്ലെങ്കിൽ ഹൈക്കു എഴുതാം, അല്ലെങ്കിൽ ഓക്ടറ്റ്സ് എഴുതാം. ഞാൻ എല്ലാ ദിവസവും രാവിലെ, ഇപ്പോൾ ഓൾമോസ്റ്റ് 11ാമത്തെ വർഷമാണ്, ഈ 2026 മെയ് ആകുമ്പോൾ 11 വർഷം തികയും. എല്ലാ ദിവസവും രാവിലെ ഇംഗ്ലീഷിൽ 8 വരി,
തമിഴിൽ 4 വരി, ഹിന്ദിയിൽ 4 വരി കവിതകൾ എഴുതി എല്ലാവർക്കും മോർണിംഗ് മെസ്സേജ് ആയിട്ട് അയക്കാറുണ്ട്. അതിപ്പോൾ ബ്രോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നപ്പോൾ ബ്രോഡ്കാസ്റ്റ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ടിപ്പോൾ കമ്മ്യൂണിറ്റി ആക്കി. അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടാവും. ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പേരിലുള്ളൊരു പുരസ്കാരം, രവീന്ദ്രനാഥ് ടാഗോർ അവാർഡ് ഫോർ ലിറ്ററേച്ചർ. അത് സ്വെറ്റ് ബ്ലഡ് ആൻഡ് ക്വിൽ എന്ന് പറഞ്ഞിട്ട് 7 തരത്തിലുള്ള റൈറ്റിംഗ് ഇംഗ്ലീഷിൽ. അത് നോവല, മൈക്രോടെയിൽ, ഷോർട്ട് സ്റ്റോറി, ഒക്ടെറ്റ്, ഹൈക്കു, നമ്മുടെ ആർട്ടിക്കിൾസ് ആൻഡ് എപ്പിസ്റ്റോളറി, 7 തരത്തിലുള്ള റെയിൻബോ ഓഫ് ലിറ്ററേച്ചർ എന്നുള്ള എല്ലാം കൂടെ ചേർന്നൊരു പുസ്തകം. അതിനാണ് കിട്ടിയത്. എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, കവിതകളാണെങ്കിൽ കവിതകൾ മാത്രമേ ഉണ്ടാവൂ, കഥയാണെങ്കിൽ കഥ മാത്രമേ ഉണ്ടാവൂ, എന്തിനാ എല്ലാം കൂടെ മിക്സ് ചെയ്യണം? ഞാൻ പറയണ എല്ലാം കൂടെ മിക്സ് ചെയ്താൽ എന്താ, ആൾക്കാരെല്ലാം വായിക്കട്ടെ. അങ്ങനെ ആർക്കും ഒരു ഇട്ടാവട്ടത്തിനകത്തിട്ട് അവർക്ക് ഇത്രേ പറ്റുള്ളൂ എന്ന് പറയുന്നില്ല. ഇപ്പോൾ കുഞ്ഞുമോൾക്ക് ഒത്തിരി ഇഷ്ടമാണ്, കവിതകൾ ഇഷ്ടമാണ്. കുഞ്ഞുമോൾ ചൊല്ലുന്ന കവിതകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കരയും, കുഞ്ഞുമോളും കൂടെ ഇരുന്ന് കരയും, അത് വേറെ കാര്യം. അപ്പോൾ ആ കവിതകൾ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുമോളെ കൊണ്ട് കവിതയാണോ എഴുതിപ്പിക്കേണ്ടത്? നിർബന്ധമില്ല. നന്നായിട്ട് പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത കാര്യങ്ങൾ പറയും. അപ്പോൾ കഥയാണോ എഴുതിക്കേണ്ടത്? ആവണമെന്നില്ല. കത്തെഴുതണോ? ആവാം. എപ്പിസ്റ്റോളറി ഉണ്ട്. ഇല്ല, ആർട്ടിക്കിൾ എഴുതണോ? എല്ലാം പറ്റും. നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ ഞാനിപ്പോൾ തൃശ്ശൂർക്ക് വരണത് കാറിൽ വരണോ, വന്ദേ ഭാരതിൽ വരണോ, വേണാടിൽ വരണോ, ഇല്ല ബസ്സിൽ വരണോ, അല്ലെങ്കിൽ നടന്ന് വരണോ എന്നുള്ളത് നമ്മുടെ ആ സമയത്ത്. അപ്പോൾ എഴുതുന്നത് കവിതയാണോ ആർട്ടിക്കിളാണോ അതൊക്കെ വേറെ, എഴുതുന്നു എന്നുള്ളത് മാത്രമാണ് സത്യം. നമ്മൾ ഒരു ദിവസം 10 മിനിറ്റിൽ ഒരു പേജ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ 365 പേജ് നമുക്ക് എഴുതാൻ ആകെ ഒരു വർഷം മതി. എൻ്റെ ഏറ്റവും ഈസിയസ്റ്റ് വേ ടു റൈറ്റ് ഇസ് ടു റൈറ്റ് എവറി ഡേ. എല്ലാ ദിവസവും എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. ഇപ്പോൾ വളരെ നന്നായിട്ടൊരു പ്രഭാഷണം നടത്താനാണെങ്കിൽ ഇപ്പോൾ പോഡ്കാസ്റ്റ് എന്നുള്ളതിൻ്റെ ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്നത് തന്നെ ഒരു 2-3 മിനിറ്റ് വീതം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഉള്ള കാര്യങ്ങളാണ്. അത് സംസാരിക്കാൻ ഒരാൾക്ക് പ്രേക്ഷകരെ നോക്കി സംസാരിക്കാനുള്ളൊരു ശേഷിയും ആ തുടർച്ചയായിട്ട് നമ്മൾ പറയുന്ന പോലെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഓവർഫ്ലോ എന്ന് പറയുന്ന പോലെ അത് കൃത്യമായിട്ട് ആ വികാരങ്ങൾ പ്രവാഹം ഉണ്ടാകുന്നു. നമ്മുടെ ഒരു ഐ കോണ്ടാക്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു വിഷ്വൽ രൂപത്തിലാണെങ്കിലും ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു റേഡിയോ, ഒരു വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും റേഡിയോയിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാലം ഹിറ്റ് FM ആയിരുന്നു ആദ്യം, 96.7 ഹിറ്റ് FM കഴിഞ്ഞിട്ട് സിറ്റി 1016 ഹിന്ദിയിൽ ക്വിസ് ഷോസ് ചെയ്തു തുടങ്ങി. അതിനുശേഷം 89.5 തമിഴ് റേഡിയോയിൽ വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് റേഡിയോ മീ 100.3 അതിൽ വർക്ക് ചെയ്തു. ഇവിടെ ക്ലബ് FM വോയിസ് ലൈനേഴ്സാണ് കേരളത്തിൽ ചെയ്തത്. ഇവിടെ റേഡിയോയിൽ പിന്നെ വർക്ക് ചെയ്തില്ല. ഇതാണ് എൻ്റെ റേഡിയോ ലൈഫ്. പക്ഷേ വോയിസ് ലൈഫ് അതിന് മുന്നേ ഡോക്യുമെൻ്ററിയിൽ തുടങ്ങി. ഷോർട്ട് സ്റ്റോറീസ്, കാർട്ടൂൺ വോയിസിങ്, സിനിമ ഡബ്ബിങ്, സീരിയൽ ഡബ്ബിങ്, നറേഷൻ, അങ്ങനെ ഇൻസ്ട്രക്ഷണൽ വീഡിയോ എല്ലാം ചെയ്യാം. ഈ റേഡിയോയിലൊക്കെ നമ്മൾ ഈ ലൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രേക്ഷകർ, ഒരുപാട് ശ്രോതാക്കൾ കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. തിരിച്ചുള്ള മറുപടികളൊക്കെ അങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ലൈവ് ചെയ്യാന്നുള്ളത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വേറൊരു അനുഭവമാണ്. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ ഒരു വോയിസ് കൊടുക്കുന്നു, അത് പിന്നീട് അതിൻ്റെ സംപ്രേഷണം വരുന്നു, എന്നിട്ട് അതിൻ്റെ മറുപടി കിട്ടുന്ന പോലെയല്ല, സ്പോട്ടിൽ നമുക്കൊരു മറുപടി വരുന്നു. അവർ നമുക്ക് വേണ്ടിയിട്ട് ആ പർട്ടിക്കുലർ സമയത്തിന് വേണ്ടി എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം. ഞാനൊരിക്കൽ ലാലു പ്രസാദ് യാദവിനെ കുറിച്ച് ഒരു ഷോ ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തെ പോലെ ഒരു സാധാരണ മനുഷ്യൻ എന്നെന്തോ ഒരു കമൻറ്റ് ഞാൻ പറഞ്ഞു. ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്കൊരു മെസ്സേജ് വന്നു, അദ്ദേഹത്തിനെ കുറിച്ച് എന്ത് നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ അറിയാം. അപ്പം ഞാൻ വിളിച്ചു, അപ്പോൾ അവരോട് സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിനെക്കുറിച്ച് മനസ്സിലാക്കി. അദ്ദേഹം BA LLB ആണ്. നമ്മൾ വിചാരിക്കണ പോലെ ഗ്രാമത്തിൽ പഠിക്കാത്ത ഒന്നും അല്ല. പുള്ളിക്കാരൻ ഒരു എൻറോൾഡ് അഡ്വക്കേറ്റ് ആണ്. ഇമേജ് നമ്മൾക്ക് ആ ഇമ്മീഡിയറ്റ് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് എനിക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ ആ മിസ്റ്റേക്ക് ചെയ്യില്ല. മുരുകാനന്ദം പോലത്തെ ഒരു വ്യക്തി, അദ്ദേഹം 2 രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കി ലോക പ്രശസ്തി നേടി. അദ്ദേഹം ടെഡിൽ മാത്രമല്ല, ഓക്സ്ഫോർഡിൽ മാത്രമല്ല, ലോകം മുഴുവനും ചെന്ന് അദ്ദേഹം ഒരു ഷോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഭാഷ അറിയില്ല, ഇംഗ്ലീഷേ അറിയില്ല. മുറി ഇംഗ്ലീഷിൽ പുള്ളിക്കാരൻ ചെയ്യുന്നതിന് കിട്ടുന്ന കയ്യടി ചിലപ്പോൾ ഏറ്റവും ഗംഭീരമായിട്ട് ഇംഗ്ലീഷ് പോയിട്രിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒരു ചേസ്റ്റ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാൾ സംസാരിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല. ഞാൻ പഠിച്ചിട്ടുള്ള ഒറ്റൊരു കാര്യം, ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുക. അത് ലൈവിലാണെങ്കിൽ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കണം. അത് റേഡിയോയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എൻ്റെ ലൈഫ് മുഴുവനും എന്തൊക്കെയാണോ ചെയ്തത് അതൊക്കെ ഞാൻ റേഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. പുതിയതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയും ഉണ്ട് പറയാൻ. വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലൂടെ കടന്നു പോകുന്നൊരു കലാകാരനാണ് വോയിസ് ഓവർ ആർട്ടിസ്റ്റ്, ആക്ടർ, അതുപോലെ തന്നെ പലവിധ പരിപാടികൾ, എഴുത്തടക്കം. അപ്പോൾ ഇതിനിടയിൽ
പല ലാംഗ്വേജിലും നമുക്ക് കിട്ടുന്ന ഒരു സ്വീകരണമുണ്ട്. പല ഇൻഡസ്ട്രികളും നമ്മൾ വർക്ക് ചെയ്യുന്നു. തമിഴ്, തെലുങ്ക് അങ്ങനെ എല്ലാത്തിലും നമ്മൾ വർക്ക് ചെയ്യുന്നു. ഇതിനിടയിൽ നമ്മൾ സീരിയൽ ചെയ്യുന്നു. വളരെ തിരക്കിട്ട ഒരു ലൈഫ്, ഒരു കരിയർ. അപ്പോൾ അതിനിടയിലാണ് താങ്കളുടെ ജീവിതത്തെ രണ്ടായി തിരിക്കുന്ന പോലെയുള്ള വിവാഹം സംഭവിക്കുന്നത്. അപ്പോൾ ദിവ്യ ശ്രീധർ താങ്കളുടെ പ്രേയസിയായിട്ട്, പ്രീതമയായിട്ട് അരികിലെത്തുന്നു. ലൈഫ് വേറെ രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെടുന്നു. അവരുടെ ഒപ്പം ചെലവഴിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നു. നമ്മളെ ഒരു വളരെ ബൃഹത്തായ ഒരു കരിയർ നിൽക്കുമ്പോഴും നമ്മൾ ഫാമിലി ലൈഫിന് വേണ്ടി സമയം കണ്ടെത്തുന്നു. ആ ഒരു ചേഞ്ച് എങ്ങനെയാണ്? അമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ രാത്രി സീരിയലിൻ്റെ വർക്ക് കഴിഞ്ഞ് ഒരു 10:30-ക്കോ 11 മണിക്കോ ഞാൻ കയറി വരുന്നത് അവരറിയ പോലുമില്ല. കാരണം അവർ 10:30-ക്ക് സീരിയൽ കഴിഞ്ഞാൽ അവരുറങ്ങും. ഞാനൊരു 12 മണിയാകുമ്പോൾ ഞാൻ കയറി വന്നില്ലേ, അവരറിയാൻ പോകുന്നത് അടുത്ത 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. രാവിലെ അച്ഛൻ 5 മണിക്കൊക്കെ എണീക്കുമ്പോഴാണ് അവർ ഈ സീരിയലൊന്നും കാണാറുണ്ട്. മകൻ അഭിനയിക്കുന്ന സീരിയൽ കാണാറ്. എന്നെ അവർക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. കാരണം അല്ലാതെ ഞാൻ വീട്ടിൽ കാണാറില്ല സീരിയൽ. ഉണ്ടെങ്കിലും ഞാൻ റൂം ലോക്ക് ചെയ്ത് കോൾസും ബാക്കി എല്ലാ വർക്കും ഇങ്ങനെ ഞാൻ കിടന്ന് ഞാൻ നേരത്തെ പറഞ്ഞ താറാവാണ്. ഞാൻ കാലിട്ടടിക്കുന്നവരെ കണ്ട് പേടിക്കേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. രാത്രി എനിക്ക് തിരിച്ച് വീട്ടിൽ വരാൻ ഒരു കാരണം വേണം. ഞാൻ എന്തിനാ വരണേ? 5 മണിക്കൂർ കഴിഞ്ഞ് ഒരു പക്ഷേ ഞാൻ വന്നോ വന്നില്ലേ എന്നറിയാൻ പോകുന്നത് രാവിലെ ആയിരിക്കും. എനിക്ക് ലൈഫിലൊരു റീസൺ വേണം. ആ റീസണാണ് എൻ്റെ കുഞ്ഞുമോൾ. എനിക്ക് 24 മണിക്കൂർ ചിലപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഞാനീ പറയുന്ന ലാലിബർട്ടോയുടെ അത്രയും വർക്കോ അല്ലെങ്കിൽ ലീഗൽ സൈഡിൽ ഞാൻ ഉണ്ടാക്കുന്ന ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ എനിക്ക് ഒരു പക്ഷേ വോയിസ് ഓവർ ചെയ്ത് തീർക്കാനോ സ്ക്രിപ്റ്റ് എഴുതാനോ അല്ലെങ്കിൽ അത് ആ ക്ലയൻറ്റ് കറക്ഷൻ അയക്കുമ്പം അതിൻ്റെ സ്ട്രെസ്സോ അല്ലെങ്കിൽ സീരിയലോ അല്ലെങ്കിൽ ഡബ്ബിങ്ങോ അല്ലെങ്കിൽ സിനിമയുടെ എന്തെങ്കിലും ഡിസ്കഷനോ ഇങ്ങനെ എല്ലാ ഇതിനിടയ്ക്ക് എനിക്ക് കിട്ടുന്നത് ചിലപ്പോൾ കുറച്ച് സമയമായിരിക്കും. എനിക്കറിയാം അത് കുഞ്ഞുമോൾക്ക് വലിയ വിഷമമെന്നറിയാം. ഒരു പക്ഷേ ഞാൻ കുഞ്ഞുമോൾക്ക് ലൈഫ് നേരെ കൊടുത്തില്ല എന്ന് പോലും നാളെ ഒരു കാലത്ത് തോന്നിയേക്കാം. പക്ഷേ എനിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം അത് ഞാൻ ചെയ്യും എന്നുള്ളത് അതിൻ്റെ റീസൺ വേറൊന്നുമല്ല. അതൊരു ഗ്രാറ്റിറ്റ്യൂഡാണ്. എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാൻ കാരണമായിട്ട് എനിക്കിന്ന് ഒരു കാരണമല്ല, എനിക്ക് ഒന്നിൽ കൂടുതൽ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ എൻ്റെ കുഞ്ഞുമോളുണ്ട്, എൻ്റെ മക്കളുണ്ട്, സെറയുണ്ട്, സെറയുടെ മക്കളുണ്ട്, പിന്നെ കുഞ്ഞുമോളുടെ ഒരു വലിയൊരു കുടുംബമുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ റീസെൻ്റായിട്ട് കല്യാണത്തിന് പോയപ്പോഴും രഞ്ജിത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ര ഹൃദയത്തിനോട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ മൊബൈൽ മിസ് ചെയ്തു. ടി അത് കിട്ടിയിട്ട് കണ്ണൂർ സ്റ്റേഷനിൽ കൊടുത്തു. എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ഇത് നിങ്ങളുടെ മൊബൈൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി എറണാകുളം വന്നു കഴിഞ്ഞു, എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് വർക്ക് തീർക്കണം, ഇവിടെ അടുത്ത് ഞാൻ വർക്ക് ലോക്ക്ഡാണ്. അപ്പോൾ ഞാൻ കുഞ്ഞുമോളെ വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനെ ഫോൺ മിസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്ന 10 മിനിറ്റ് ആയിട്ടാ എന്ന് പറഞ്ഞിട്ട് രഞ്ജിത്തിനെ വിളിച്ചു. അടുത്ത ദിവസം രാവിലെ രഞ്ജിത്ത് ഫോണും കൊണ്ട് നിൽക്കുക എൻ്റെ മുന്നിൽ. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിലുള്ളൊരു വലിയ പ്രോബ്ലം കുഞ്ഞുമോക്ക് ജസ്റ്റ് ഒരു കോൾ അവേ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് രഞ്ജിത്ത് ചെയ്യും എന്നുള്ള കോൺഫിഡൻസ്. അപ്പോൾ അതുപോലെ രഞ്ജിത്തിൻ്റെ കല്യാണത്തിന് ഞാൻ എങ്ങനെ ഉണ്ടാവണം? എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് പോകുന്ന പോലെ. എനിക്ക് ബ്രദേഴ്സില്ല, എനിക്കൊരു സിസ്റ്ററാണ്, കസിൻസ് ഉണ്ട്, അവരെല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് രഞ്ജിത്തിൻ്റെ കല്യാണത്തിന് ഞാൻ പേഴ്സണലി പോകേണ്ടത് ആ രീതിയിലുള്ളൊരു കാര്യമാണ്. എൻ്റെ അച്ഛൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ബാക്കിയുള്ള യൂഷ്വൽ ഹസ്ബൻഡ്സിൻ്റെ സ്വഭാവമാണെങ്കിൽ നീ പോയിട്ട് വാ, നിനക്ക് ഞാൻ കാർ അറേഞ്ച് ചെയ്ത് തരാം, മറ്റേ AC റൂം അറേഞ്ച് ചെയ്ത് തരാം. നമ്മൾ ആ ടൈമിൽ മാത്രം ചെന്ന് ഭക്ഷണം കഴിച്ച് അപ്പോഴും പോവില്ല. അച്ഛനൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓഫീസ് ഉണ്ട്, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മേനെ ഒറ്റയ്ക്ക് വിട്ട് എത്രയോ കല്യാണങ്ങളുണ്ട്, ഞാൻ കൂടെ പോയിട്ടുണ്ട് അങ്ങനെ കല്യാണങ്ങൾ. അപ്പോൾ അങ്ങനെ ചെയ്യാതെ കുഞ്ഞുമോളുടെ കൂടെ, അത് എന്നെ ചീത്ത വിളിച്ചാലും ദേഷ്യപ്പെട്ടാലും എല്ലാം കുഞ്ഞുമോളുടെ കൂടെ ഉണ്ടാവാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. അതിന് എത്ര കാലം കഴിഞ്ഞാലും ഞാൻ ട്രൈ ചെയ്യും. അത് എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള റീസണാണ് അവർ. അത് വലിയൊരു റീസണാണ്. അതൊരു പക്ഷേ പറഞ്ഞാൽ വേറെ ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ചീത്ത വിളിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ എൻ്റെ മക്കളെക്കുറിച്ച് എന്നെ ചേർത്ത് മോശം പറയുന്ന ആൾക്കാർക്ക് അവരുടെ കുടുംബമൊക്കെ എത്ര മോശമാണെന്ന് ആലോചിച്ച് നോക്കി. അവരുടെ അച്ഛനൊക്കെ അവരെ പീഡിപ്പിക്കുന്നുണ്ടാവും, അവരുടെ അച്ഛനൊക്കെ അവരെ നോക്കുന്നത് അങ്ങനെയാവും, അല്ലെങ്കിൽ അവരുടെ മക്കളെ നോക്കുന്നത് അവരങ്ങനെയാണോ നോക്കുന്നത്? അത്രയ്ക്ക് മോശമാണ്. അപ്പോൾ ഇത്രയും മോശമായ ലോകത്ത് എനിക്ക് ഇത്രയും തങ്കപ്പെട്ട ഒരു ഭാര്യയും മക്കളെയും കിട്ടിയെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ്. അത് മതി എനിക്ക്. ഞാൻ 10 പ്രാവശ്യം ഞാൻ ജബിനെ വന്നിട്ട് ഡോക്ടർ അബ്ദുൽ കലാം എന്ന് വിളിച്ചു കഴിഞ്ഞാലും ജബിൻ ഡോക്ടർ അബ്ദുൽ കലാം ആവില്ലല്ലോ. ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ എന്നെ ഇവരെന്ത് വേണേൽ വിളിച്ചോട്ടെ, ഇവർക്ക് എന്നെ അറിയില്ല, എനിക്ക് അവരെ നന്നായിട്ട് മനസ്സിലായി. ഇത് അസുഖമാണ്, പോട്ടെ, സാരമില്ല. ആസ് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ അസുഖമുള്ള ആൾക്കാരെ കാണുമ്പം ഞാൻ പേടിച്ച് മാറുകയല്ല വേണ്ടത്. എല്ലാം നന്നാവട്ടെ, പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ സംഭാഷണത്തിനിടയിൽ ഒരുപാട് തവണ കുഞ്ഞുമോൾ എന്നുള്ള ഒരു വാക്കാണ് വിശേഷിപ്പിച്ചത് വൈഫിനെ.
അപ്പോൾ ദിവ്യ ശ്രീധർ എന്ന അവരെ എങ്ങനെയാണ് ഈ കുഞ്ഞുമോളിലുള്ള വിളി വന്നത്? നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യത്തിന് ജബിന് ടിഷ്യൂ ആണ് വേണ്ടത്. ഏറ്റവും വേണ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അത് ടിഷ്യൂന്ന് പറയുമ്പോൾ പ്രോബ്ലി ജബിൻ അതിനെ ലൈഫ് സേവർ എന്ന് പറയും. അതുപോലെ എല്ലാവർക്കും ദിവ്യയായിരിക്കാം, പക്ഷെ എനിക്ക് എൻ്റെ കുഞ്ഞുമോളാണ്. നമുക്കതൊരു സ്പെഷ്യലാണ്. അപ്പോൾ ആ സ്പെഷ്യൽ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നെഞ്ചോട് ചേർത്ത് വെക്കാൻ. അപ്പോൾ ആൾക്കാരൊക്കെ പറയും, നിൻ്റെ പഴയ കാര്യം എനിക്കറിയാം, നീ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. എൻ്റെ പഴയ കാര്യം അറിയാവുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ജീവിതം നിങ്ങൾ ജീവിച്ചില്ലല്ലോ, ഞാൻ അനുഭവിച്ച വേദന അനുഭവിച്ചില്ലല്ലോ, ഞാൻ കരഞ്ഞ രാത്രികളിൽ ആ നനഞ്ഞ പില്ലോവിന് അവരല്ലല്ലോ ഉണക്കിയത്. അങ്ങനെ ഒന്നുമില്ലാത്ത ആൾക്കാർ എൻ്റെ ലൈഫിനെ കുറിച്ച് പറയാൻ ഒരു അധികാരവുമില്ല. അങ്ങനെ പറയുന്നവർ എനിക്ക് പുച്ഛമാണ്. എനിക്ക് കുഞ്ഞുമോൾ ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള കാരണമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്പെഷ്യലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുഞ്ഞുമോളെന്ന് വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് വിളിച്ചിട്ടുള്ളൂ. എൻ്റെ മോളാണ്, എൻ്റെ മോനാണ്, അവർക്ക് വേണ്ടത് ഞാൻ ചെയ്യും. പിന്നെ ഈ ഇല തുടച്ചതിനെ വെച്ചിട്ട് കമൻറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. പ്രാക്ടിക്കലായിട്ട് എത്ര പേർക്ക് ഇലയിൽ ആഹാരം കഴിക്കാൻ അറിയാം? ഒരു ഇല തുടയ്ക്കുന്നത് ഒരിക്കലും ഇങ്ങനെ തുടയ്ക്കാൻ പാടില്ല. അങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ ഇല കീറിപ്പോവും. അതെൻ്റെ മോക്കും മോനും ഞാൻ പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വളരെ മോശമായിട്ടുള്ളൊരു അച്ഛനാണ്. അത് തുടയ്ക്കുന്നത് ടുവേർഡ്സ് ദ ഗ്രെയിൻ, അങ്ങനെ വേണം തുടയ്ക്കാൻ. അങ്ങനെയാണെങ്കിൽ ആ ഇല നീറ്റായിരിക്കും, എന്നാലേ ആഹാരം കഴിക്കാൻ പറ്റും. കാലങ്ങളായിട്ടുള്ള നമ്മുടെ ട്രഡീഷൻ പറഞ്ഞു കൊടുക്കാൻ അതിന് വലിയ കാര്യമൊന്നും വേണ്ട. എൻ്റെ മക്കൾ കഴിക്കുന്നതിൽ അവർ വെജിറ്റബിൾസ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഇടപെട്ട് അവർക്ക് ഞാനത് എടുത്തു കൊടുത്തു എന്നുണ്ടെങ്കിൽ അതെന്താ തെറ്റ്? അത് ചോദിക്കാൻ നിങ്ങൾ ആരാണ്? ഞാൻ ചോദിക്കുന്ന ചോദ്യം അത്രയേ ഉള്ളൂ, നിങ്ങളൊക്കെ ആരാണ്? എനിക്ക് ആഹാരം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വീട്ടിൽ പൈസ കൊണ്ടുവന്നില്ലല്ലോ. ഇപ്പം പറയുന്നത് കുറേ സ്ത്രീകളൊക്കെ വന്നിട്ട്, അയ്യോ ക്രിസ് പാവമാണ്, ഞാൻ കഷ്ടപ്പെട്ടിരുന്ന സമയത്ത് ഇവരൊക്കെ എവിടെയായിരുന്നു? ഇപ്പോൾ അതാ അവളെ ചാടിപ്പോവും. ഇത് പറയാൻ അവൻ്റെ വീട്ടിൽ അവൻ്റെ ഭാര്യ എത്ര പേരുടെ കൂടെ ചാടിപ്പോയി എന്ന് ചോദിക്കാൻ എനിക്ക് 10 സെക്കൻഡേ വേണ്ടുള്ളൂ. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തിയത് നല്ലൊരു മകനായിട്ടാണ്. ഞാനൊരു ഭാരതീയനാണ്, എനിക്കെൻ്റെ സംസ്കാരം അറിയാം. ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ഞാനത് പ്രവർത്തിക്കണം. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ അത് നന്നായി ജീവിക്കണം എന്നുള്ളത് തിരുക്കുറലിൽ പറഞ്ഞിട്ടുണ്ട്. കർക്ക കച്ചടര കച്ചവൈ കച്ചപ്പിൻ നിற்க അതற்கത്തക. നമ്മൾ പഠിക്കണം, പഠിക്കുന്നത് തെറ്റില്ലാതെ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കണം. അല്ലാതെ ഞാൻ പോലീസാണ്, ഞാൻ എൻജിനീയറാണ്, ഞാൻ വലിയ സ്കൂൾ ടീച്ചറാണ് എന്ന് പറഞ്ഞിട്ട് ഇത്തരം തരംതാഴ്ന്ന വളരെ മോശമായിട്ടുള്ള 10 പൈസയ്ക്ക് കൊള്ളാത്ത ഈ കമൻ്റ് എഴുതുന്ന നിങ്ങളോട് എനിക്ക് പുച്ഛമാണ്. നിങ്ങളെല്ലാം ഈ എന്താ പറയുക, നമ്മൾ സോറി ഫോർ മൈ ലാംഗ്വേജ്, നമ്മളെല്ലാം വാഷ്റൂമിൽ പോയി കഴിഞ്ഞിട്ട് എന്തായി ഏതായി നമ്മൾ എത്തി നോക്കില്ല, നേരെ ഫ്ലഷ് ചെയ്തിട്ട് അങ്ങ് ഇറങ്ങി വരും. നിങ്ങൾ അത്രയേ ഉള്ളൂ. ഞാൻ തിരിഞ്ഞു പോലും നോക്കില്ല. ഐ വിൽ ജസ്റ്റ് ഫ്ലഷ് യു ഔട്ട് ആൻഡ് വാക്ക് അവേ. അതിൽ കൂടുതൽ എനിക്ക് നിങ്ങൾ ആരുമല്ല. എൻ്റെ കുഞ്ഞുമോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ പോലെ വേറെ എല്ലാവർക്കും ദിവ്യ ശ്രീധരായിരിക്കാം, എനിക്കെൻ്റെ കുഞ്ഞുമോളാണ്. വേറെ എല്ലാവർക്കും മായാദേവി ആയിരിക്കാം, എനിക്കെൻ്റെ മുത്താണ്, എൻ്റെ മോളാണ്. വേറെ എല്ലാവർക്കും ദേവാനന്ദും നന്ദുവായിരിക്കാം, എനിക്കെൻ്റെ ദേവയാണ്. എനിക്കവർ എന്താണെന്നുള്ളത് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അറിയാം എന്താണെന്നുള്ളത്, കുഞ്ഞുമോക്കറിയാം, എൻ്റെ മക്കൾക്കറിയാം. ദാറ്റ്സ് എനഫ്. നമ്മുടെ ജീവിതം സമ്പൂർണ്ണമായിട്ട് ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. തീർച്ചയായും നമ്മളൊരു വട്ടം വരച്ചിട്ടുണ്ടെങ്കിൽ ആ വട്ടത്തിന് അതാണ് എനിക്ക് അതിശയം. ഈ കമന്റ് തൊഴിലാളികൾക്ക് അവരുടെ ജീവിതം വരച്ചു വെച്ചിരിക്കുന്നത് എന്ത് മോശമാണെന്ന് നോക്കി. ഇവരുടെയൊക്കെ മക്കൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തുപ്പൂല. കാരണം അത്രയ്ക്ക് മോശമാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. ഇവർക്കെല്ലാം മക്കൾ എങ്ങനെ ഉണ്ടാവും? ഒരാൾ മക്കൾ എങ്ങനെ ഉണ്ടാവുന്നത് തന്നെ പഠിപ്പിക്കുക, അച്ഛനാവാൻ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ആ പറയുന്ന ആളുടെ അച്ഛൻ ഒരു 5 മിനിറ്റ് മിണ്ടാതിരുന്നെങ്കിൽ ലോകത്തിന് ഇത്രയും വലിയൊരു നാശം ഉണ്ടാവില്ലായിരുന്നെങ്കിൽ. കാരണം സഭ്യത എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ കൾച്ചറിലുണ്ട്. അതുപോലും ഇല്ലാത്ത ഫേസ്ബുക്ക് തൊഴിലാളികൾ, കമൻ്റ് തൊഴിലാളികൾ, ഇവരെയൊക്കെ എനിക്ക് കമൻ്റോളികൾ എന്നാണ് പറയുന്നത്. അല്ല, അത് കുറച്ചുകൂടെ തറയായി പോകും. എനിക്ക് ആ സംസ്കാരത്തിലേക്ക് ഞാൻ എത്തിയില്ല. ഇപ്പോൾ നമ്മൾ ലൈഫിൽ ചിലപ്പോൾ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, നമുക്ക് ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷേ ചില പുതിയ ആളുകൾ കടന്നു വരുമ്പോൾ അത് സുഹൃത്താവാം, ഭാര്യയാവാം, നമ്മളെ ഒന്ന് ശുദ്ധീകരിക്കും. നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കും. ഇപ്പോൾ താങ്കളെ പരിചയപ്പെടുമ്പോൾ ദിവ്യ പറഞ്ഞിരുന്നു, കണ്ടിരുന്ന സമയത്ത് ഒരു കയ്യിൽ സിഗരറ്റും മറ്റേ പടത്തിൽ പറയുന്ന പോലെ ഒരു കയ്യിൽ ഞാൻ എന്തിനു ജീവിക്കണം? ഒരു റീസൺ ഇല്ലായിരുന്നു. എനിക്കിപ്പോൾ റീസൺ ഉണ്ട്, അത് മതി.
ആ സമയത്തുണ്ടായിരുന്ന കുറേ ദുശീലങ്ങൾ. ഒന്ന് സിഗരറ്റ് വലി, അത് സാധാരണ എല്ലാവർക്കും ഒരു ലൈഫിൽ മദ്യപാനവും സിഗരറ്റും സാധാരണ സാധാരണ കാര്യങ്ങളാണ്. അതിന് അപ്പുറം നമുക്ക് ചില കാര്യങ്ങളിലുള്ള ചില ദുശീലങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ ഈ വിവാഹത്തിന് ശേഷം വേറൊരു വഴിക്ക് അതിനൊന്ന് ശരിയാക്കി എടുക്കാൻ ശരിയാക്കി എന്നുള്ള വാക്ക് പോലും കറക്റ്റ് അല്ല, ഞാൻ പറഞ്ഞല്ലോ, റീഡിസൈൻ ചെയ്യാൻ പറ്റിയത് ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത്, എന്നാണോ എൻ്റെ മക്കൾക്ക് ഞാൻ നല്ലൊരു അച്ഛനാണെന്ന് അവരുടെ വായിന്ന് ഞാൻ കേൾക്കുന്നത്, അന്ന് ഞാൻ നന്നായി. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കമന്റോളികളുടെ മക്കൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം അവർ അത്രയ്ക്ക് മോശമാണ്. എൻ്റെ മക്കൾ ഒരു നാൾ എന്നെ പറയും ഞാൻ നല്ലൊരു അച്ഛനാണെന്ന് പറയും. അതെനിക്ക് വിശ്വാസമുണ്ട്, വേറൊന്നും കൊണ്ടല്ല. എനിക്ക് വളരെ ഹേർട്ട് ചെയ്ത 1-2 സ്റ്റേറ്റ്മെൻറ്റ്സ് ലൈഫിൽ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, നീ ഒരിക്കലും നല്ലൊരു അച്ഛനാവില്ല. ഞാൻ ആരുടെ അടുത്തൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടോ, എന്നെക്കാളും പ്രായം കുറവാണെന്നുണ്ടെങ്കിൽ അതാണായാലും പെണ്ണായാലും കുഞ്ഞെ എന്ന് മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. ഞാൻ നിയോ സ്കൂളിൻ്റെ ഒരു ഫംഗ്ഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാനാണ് ലോകത്തെ ഏറ്റവും ധനികനായ അച്ഛൻ. കാരണം എനിക്ക് എൻ്റെ ശബ്ദം കൊണ്ട് എനിക്ക് 4500ഓളം സ്റ്റുഡൻസ് ഉണ്ടെന്ന്. അന്ന് 4500ഓളം മക്കൾ, ഇന്ന് 6000ഓളം മക്കളുണ്ട് എനിക്കിന്ന് 6000 മക്കളല്ലാതെ എൻ്റേതായിട്ടുള്ള എൻ്റെ 2 മക്കളുണ്ട്, എൻ്റെ കുഞ്ഞുമോളുണ്ട്. അതിനേക്കാളും വലുതായിട്ടൊന്നുമില്ലല്ലോ. എന്നിട്ടാണ് ഇവർ എങ്ങനെയാണ് കുട്ടികളുണ്ടാകുന്നതെന്ന് പഠിപ്പിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ഇവരുടെയൊക്കെ വീട്ടിൽ ഇതായിരിക്കും പഠിപ്പിക്കുന്നത്. അച്ഛൻ രാവിലെ വന്നിട്ട് എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാക്കണമെന്ന് പഠിപ്പിക്കുകയായിരിക്കും. ചെയ്യാൻ പറ്റും. തരം താഴ്ന്ന ഓരോ ജീവിതമേ. എൻ്റെ കുടുംബത്തിൽ അങ്ങനെയല്ല. ഞങ്ങൾ നല്ല കുടുംബത്തിൽ ജനിച്ചവരാണ്. കുഞ്ഞുമോളെ ഈ കല്യാണത്തിൻ്റെ ഇത് പറഞ്ഞിട്ട്, ക്രിസ് വലിയ ആളൊക്കെ തന്നെ, പക്ഷേ ഇത് കണ്ടപ്പോൾ ദിവ്യനെ കണ്ടപ്പോൾ ലോക്കലാണ്. അപ്പോൾ ഇവരെല്ലാം ഏത് റോയൽ ഫാമിലിയിൽ പ്രിൻസ് ചാൾസിൻ്റെ മക്കളാണ്. എനിക്ക് അഭിമാനമാണ് എൻ്റെ കുഞ്ഞുമോൾ കണ്ണൂരിലെ ഒരു നല്ല സാധാരണ കുടുംബത്തിലുള്ള ഒരാളാണെന്ന് പറയുന്നത്. എനിക്ക് അഭിമാനമാണ്. നിങ്ങളിനി എന്ത് ചീത്ത വിളിച്ചാലും എൻ്റെ മനസ്സിൽ ഇതൊന്നും തട്ടാൻ പോകുന്നില്ല. ഈ കമൻ്റ് തൊഴിലാളികളോട് എനിക്ക് പറയാനുള്ള അത്രയേ ഉള്ളൂ, നിങ്ങൾ എന്ത് വേണേൽ പറഞ്ഞോ. നിങ്ങൾ വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചോ, നിങ്ങൾ തെറി വിളിച്ചോ, നിങ്ങൾ ചീത്ത പറഞ്ഞോ, കുട്ടികളുണ്ടാക്കണ കഥ പറഞ്ഞോ, എന്നെ അഫക്റ്റ് ചെയ്യില്ല. നമ്മൾ ജസ്റ്റ് ഫ്ലഷ് ചെയ്ത് കളയാന്നുള്ള പോലെ തന്നെയുള്ളൂ. ഇതത്രയേ ഉള്ളൂ. അമേധ്യമാണ്. അതിനെ കണ്ട് അതിങ്ങനെ നോക്കി അതിനെ വർണ്ണിച്ച് അതിനെ ആരും കൂടുതൽ റിസർച്ച് ഒന്നും ചെയ്യില്ല. ഫ്ലഷ് ചെയ്ത് കളയാം, അത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ചില തീർപ്പുകളുണ്ട്, ചില നിശ്ചയങ്ങളുണ്ട്, ചില നിശ്ചയദാർഢ്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആരും ഇടപെടേണ്ടതില്ല. നമ്മൾക്ക് നമ്മുടെ ഇഷ്ടങ്ങളിലൂടെ, നമ്മുടെ സ്വപ്നങ്ങളിലൂടെ നമുക്കൊരുപാട് ദൂരം യാത്ര ചെയ്യാൻ മുന്നിലുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പലവിധ മേഖലകൾ നമ്മൾ ഇതിനോടകം തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളതിൽ നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. പുതിയ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? പുതിയ ആക്ടർ എന്ന രീതിയിലും ആക്ടർ എന്നല്ല, പുതിയ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ലാലിബർട്ടയുടെ ഫുൾ ഫോം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊന്ന്. 2, അർപ്പണം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഞങ്ങൾ കുറച്ച് കാലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പ്രീ പ്രൊഡക്ഷൻ എല്ലാം ചെയ്ത് വെച്ചത്. അപ്പോൾ അതൊന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ ആരെങ്കിലും ഒന്ന് ആയിക്കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ചെയ്യണം എന്നുണ്ട്. അത് കഴിഞ്ഞാൽ ചിമിഴ് എന്ന് പറഞ്ഞൊരു സിനിമ ലൈനപ്പ് ചെയ്തിട്ടുണ്ട്, അത് ഡയറക്റ്റ് ചെയ്യാനുണ്ട്. സോ 3 സിനിമകളാണ്. ഏത് ജോണറിലുള്ള പടങ്ങളാണ് ഇതൊക്കെ? ചിമിഴ് ത്രില്ലറാണ്, അർപ്പണം ഹിസ്റ്റോറിക്കലാണ്, ഒരു പീരിയഡ് മൂവിയൊന്നുമല്ല, പീരിയഡ് എന്ന് വേണമെങ്കിലും പറയാം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ 3-ാമതായിട്ട് എ ഫ്യൂ മൈൽ സ്റ്റോൺസ് ഐ ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബുക്കിൻ്റെ അതിൻ്റെ ഒരു സിനിമാറ്റിക് വേർഷൻ. ഇതാണ് 3 ലൈനപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ അരുണിൻ്റെ കുറേ സിനിമകളുണ്ട്. അപ്പം അങ്ങനത്തെ ആ സ്വപ്നങ്ങളുണ്ട്. ലാലിബർട്ടയുടെ ലീഗൽ ചേംബർ സ്റ്റാർട്ട് ചെയ്യാനുള്ള വർക്കുണ്ട്. ഞാൻ മ്യൂറൽ പഠിച്ചിരുന്നു, ഇനിയും മ്യൂറൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ വരയുടെ ഒരു ലോകം കൂടിയുണ്ട്. അത് 9 വയസ്സിലാണ് എൻ്റെ ആദ്യത്തെ പെയിൻറ്റിങ് എക്സിബിഷൻ. എറണാകുളത്തെ വിജയമാഷാണ് എന്നെ പഠിപ്പിച്ചത്. ജതിൻ ദാസിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു, നമ്മുടെ നന്ദിത ദാസിൻ്റെ അച്ഛൻ. അപ്പോൾ അദ്ദേഹമാണ് വിജയമാഷ പഠിപ്പിച്ചത്, വിജയമാഷാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പം അന്ന് ലക്ഷ്മിയും ഈശ്വരവും ഒക്കെ വരച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ 9-ാമത്തെ വയസ്സിൽ എൻ്റെ ആദ്യത്തെ പെയിൻറ്റിങ് എക്സിബിഷൻ. അത് കഴിഞ്ഞിട്ട് ലൈഫിൽ പല സമയത്തും എനിക്ക് പടം വരയ്ക്കുന്ന ഒത്തിരി ഇഷ്ടമാണ്. പല തരത്തിലും പല ടൈപ്പിലും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മ്യൂറൽ ശ്രീനാഥ് സാറ് പഠിപ്പിച്ച അത്ര ഗംഭീരമായിട്ടാണ് പഠിപ്പിച്ചത്. അപ്പോൾ അതിനിയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ സ്വപ്നങ്ങളുണ്ട്. മക്കൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്തു കൊടുക്കണം. കുഞ്ഞുമോക്ക് ലൈഫ് ഹാപ്പി ആവണം. എല്ലാ 20 ദിവസവും ഒരു സർപ്രൈസ് ഉണ്ടാവണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. മാക്സിമം ട്രൈ ചെയ്യും. താമസം തിരുവനന്തപുരത്താണോ? എല്ലാ സ്ഥലത്തും താമസം. ഇതിപ്പോൾ എറണാകുളത്തെ താമസം എവിടെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ താമസം വൈറ്റിലയിലാന്ന് പറയുന്ന പോലെ. ഇതിങ്ങനെ ട്രാവലിംഗ് ആണ് കൂടുതലും. കാരണം ഇപ്പോൾ 10-ാം തീയതി വിജയവാഡയിലൊരു പ്രസ് കോൺഫറൻസ് ഉണ്ട്. 15-ാം തീയതി ആകുമ്പോൾ പത്രമാരുടെ ഷൂട്ട് ഉണ്ടാവും. ഇന്ന് ഇപ്പോൾ തൃശ്ശൂർ, നാളെ എറണാകുളം.
മറ്റന്നാൾ എറണാകുളമുണ്ട്. ഒരു കൗതുകത്തിന് ചോദിക്കാൻ, എറണാകുളത്ത് എന്താണ് പരിപാടി? എറണാകുളത്ത് ഒരു കല്യാണം ഫംഗ്ഷൻ, അത് കമ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ വിവാഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അത് കമ്പയർ ചെയ്യാൻ. അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ? ഇംഗ്ലീഷിൽ. കാരണം ഒരു 400-500 പേരുള്ളൊരു ഫംഗ്ഷനാണ്. താങ്കളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു 4 ലാംഗ്വേജും അത്യാവശ്യം അവഗാഹം. എൻ്റെ മദർ ടങ് തമിഴാണ്. സോ തമിഴ് എനിക്ക് ഫ്ലുവൻ്റ് ആണ്. മലയാളം ഞാൻ കേരളത്തിൽ ജനിച്ചു വളർന്നതിൻ്റെ ഇതാണ്. ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഹിന്ദി ആൻഡ് ഉറുദു എൻ്റെ ലൈഫിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്ന ഒരു ലാംഗ്വേജാണ്. പിന്നെ ബാക്കിയുള്ള ഭാഷകളൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ ശ്രീലങ്ക, സിംഗള ഭാഷ എനിക്കിഷ്ടമാണ്. അപ്പോൾ അതും അങ്ങനെ കുറേ ഭാഷകൾ പഠിക്കാൻ ആഗ്രഹമുണ്ട്. തഗാലോഗ് ആയാലും സ്പാനിഷ് ആയാലും. അപ്പോൾ അതിൽ കുറച്ചെങ്കിലും അത് മനസ്സിലാക്കുമ്പം ഒരു കൗതുകം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു രസം. ഇപ്പോൾ ശ്രീലങ്കൻ ഭാഷ എന്ന് പറയുന്നത് പഴയ നമ്മുടെ പാലി എന്ന് പറഞ്ഞിട്ട് ഹിന്ദീൻ്റെ ഒരു പഴയ വേർഷനുണ്ട്. അതിൽ നിന്ന് ഡച്ചും ലോക്കൽ ലാംഗ്വേജും കൂടെ മിക്സ് ചെയ്തുണ്ടായതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സ്വപ്നങ്ങൾ ബാക്കി. ഒരു വലിയ കലാകാരൻ അതിൻ്റെ എല്ലാ തിരക്കുകൾക്കിടയിലും വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു വളരെ ചെറിയൊരു പ്രൊജക്റ്റ്, നാട്ടിലെ നമ്മുടെ പെരുന്നാൾ പാവർട്ടി, ഒരു 150 വർഷം പൂർത്തിയാവുകയാണ് ഈ വർഷം. ഒരു 1.5 നൂറ്റാണ്ട് കാലത്തെ ഒരു വിശ്വാസ പാരമ്പര്യമുള്ള ഒരു ദേവാലയം, അതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ, അതിൻ്റെ വോയിസ് ഓവർ എൻ്റെ സുഹൃത്തായിട്ടുള്ള ടിറ്റോ ചേട്ടൻ, പത്രമാറ്റ് സീരിയൽ അവരുടെ ഒരു ഫാമിലി ബിമിത. അപ്പോൾ അവർ വഴിക്കാണ് താങ്കളെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത്. നമ്മളതിനു മുമ്പ് പരിചയമൊന്നുമില്ല. ടിറ്റോൻ്റെ ഇത് പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ വിഷമിച്ചിട്ടുള്ള ദിവസങ്ങളിൽ ടിറ്റോനോട് ഞാൻ മനസ്സ് തുറന്നിട്ടുണ്ട്. എനിക്ക് മനസ്സങ്ങനെ തുറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്ര ക്ലോസ് ആണ്. അപ്പോൾ ടിറ്റോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ ചോദ്യമൊന്നുമില്ല, അങ്ങ് ചെയ്യുക തന്നെ. അപ്പോൾ അതിൽ നോ ക്വസ്റ്റ്യൻസ് ആസ്ഡ്, ബിക്കോസ് ടിറ്റോവും ബിമ്മിയും അത്ര ക്ലോസ് ആണ് എനിക്ക്. അപ്പോൾ അവർ വീട്ടിൽ വരുമ്പോൾ ബിമ്മിക്ക് അമ്മ ഉണ്ടാക്കുന്ന ഉഴുന്നുവടയും ടിറ്റോന് ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പവുമാണ്. അപ്പോൾ ആ വഴക്കൊക്കെ നടക്കും. ഞങ്ങൾ ആ ഒരു ഫൺ ആൻഡ് ഫ്രോളിക് അത്ര ക്ലോസ് ആണ്. അത് പിന്നെ അത് നിമിത്തം, അതായത് ടിറ്റോ നിമിത്തം എനിക്ക് പാവറട്ടി പള്ളി പെരുന്നാളിൻ്റെ ആ പ്രൊമോ വീഡിയോന് വോയിസ് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം അത് ചില വോയിസ് ഓവേഴ്സ് എല്ലാം നിയോഗങ്ങളാണ്. നമ്മൾ ചെയ്തേ പറ്റൂ എന്നുള്ളത് നമ്മുടെ അടുത്ത് വരുന്നത് വലിയൊരു നേട്ടമാണ്. അത് തവണ അതിൻ്റെ വേറൊരു വെർഷൻ കൂടി ഇറക്കുന്നുണ്ട്, വോയിസ് ഓവർ, സെയിം വോയിസ് ഓവർ നിലനിർത്തിയിട്ട്. അപ്പോൾ ഈ വർഷത്തെ പെരുന്നാളിന് അതൊരു പുതുമയായിട്ട് കൊണ്ടുവരണമെന്നുണ്ട്. പിന്നെ അതിൽ കൊടുത്തിട്ടുള്ള ഒരു മോഡുലേഷൻ ആണെങ്കിലും അതിൻ്റെ ഒരു പഞ്ചാണെങ്കിലും ഞാൻ എഴുതിയതിൻ്റെ 100 ഇരട്ടി മുകളിലാണ് താങ്കളത് റെൻഡർ ചെയ്തത്. അതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു വർക്കായിരുന്നു, ഒരു പ്രൊജക്റ്റായിരുന്നു. പിന്നെ അവിടെ പാവർട്ടിയിൽ തന്നെ ഒന്നിലേറെ തവണ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, വീട്ടിലേക്കും പിന്നെ അവരുടെ ഫംഗ്ഷനൊക്കെ ആയിട്ട് 10ാം വാർഷികത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് തിരക്കുകൾക്കിടയിലും എത്ര ചെറിയ പ്രൊജക്റ്റ് ആണെങ്കിലും നമ്മുടെ ചെറുതോ വലുതോ ആരിലൂടെ വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ അപ്പോഴും നമ്മുടെ സൗഹൃദങ്ങളാണ് നമ്മളെ അതിലേക്ക് ബന്ധിപ്പിക്കുന്നത്. ആ പാലത്തിലൂടെയാണ് നമ്മുടെ പല കാര്യങ്ങളും വർക്കാവുന്നത്. എപ്പോഴും ആസ് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ഞാൻ പറയുന്നത്, നമ്മുടെ ഫോണിലൊരു 10 ഫോൺ നമ്പർ മാറ്റി വെച്ചേക്കാം. അവരുടെ അടുത്ത് എപ്പോഴാണോ മനസ്സ് ഏറ്റവും മോശമായിട്ടിരിക്കുന്നത് അവർക്ക് ആകെ ഒരു മെസ്സേജ് അയക്കുക, 8 minutes. ഈ 8 മിനിറ്റ് നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ ആ വിഷമത്തിൻ്റെ ആ കാഠിന്യം കുറയും. നിങ്ങൾ ചിന്തിക്കുന്ന ആ മോശമായിട്ടുള്ള ആ ഒരു തെറ്റായ ഡിസിഷൻ നിങ്ങൾക്ക് മാറാൻ പറ്റും. അങ്ങനെ വിളിക്കാൻ 10 പേരുണ്ടാകുന്നത് വലിയൊരു സമ്പത്താണ്. ആ 10 പേരിൽ എന്തായാലും ടിറ്റോൻ്റെ പേരെന്തായാലും ഉണ്ടാവും. അത് വളരെ പോസിറ്റീവാണ്. നമുക്ക് വളരെ കുട്ടിക്കാലം തൊട്ട് അറിയുന്ന ഒരാൾ കൂടിയാണ്. എന്തായാലും ആ സൗഹൃദങ്ങളും അതുപോലെയുള്ള ഒരുപാട് സൗഹൃദങ്ങളിലൂടെയുമുള്ള ഈ യാത്ര ഇനിയും തുടരട്ടെ. ഒരുപാട് സർഗധനരായിട്ടുള്ള ആൾക്കാരെ ജീവിതത്തിൽ കണ്ടുമുട്ടട്ടെ. നമ്മുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സംഭവിക്കട്ടെ. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഫാമിലിയെ ചേർത്ത് പിടിക്കാനുള്ള ആ ഒരു മനസ്സും ഉണ്ടാവട്ടെ. അഡ്വക്കേറ്റ് ഡോക്ടർ ക്രിസ് വേണുഗോപാൽ, ഒപ്പം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോൾ, ഇവരുടെ കുടുംബം, അതിലൂടെയുള്ള ആ ഒരു യാത്ര അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്.